വാ നമുക്ക് ചോറുണ്ണാം. അപ്പോൾ ഇന്ന് കുമ്പളങ്ങയുടെ പുളിശ്ശേരി, ആരമ്പുളിയും കാന്താരിയും ഇട്ട അച്ചാറ്, പിന്നെ അമരക്കയുടെ തോരൻ, പിന്നെ തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നേ. അത് തണുക്കട്ടെന്ന് പറഞ്ഞ് തേജ് തന്നെയാണ്. ഇന്നലെ രാത്രിയിൽ ദേട്ട് ചേമ്പിലേപ്പം ചെയ്ത് വെറും 5 ഇല കിട്ടി. 1 വർഷത്തിന് ശേഷമാണ് തോന്നുന്നു ചേമ്പിലേപ്പം ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ബാക്കി മാവ് എടുത്ത് ഇന്ന് ക്യാബേജ് അരിഞ്ഞ് അതിൻ്റെ ഇഡലിയും ചെയ്തു. ഇന്നലെ രാത്രിയിൽ ഉള്ള സിലിണ്ടറും കൂടെ തീർന്ന് ഇനി ലാസ്റ്റ് ഒരെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് അടുപ്പി വെക്കാമെന്ന് വെച്ചു. രാവിലെ അരി ഇട്ടതിന് ശേഷം ദേണ്ട അമരക്ക, ഉച്ചത്തേക്കുള്ള അമരക്കയും നമ്മളെ കുമ്പളങ്ങയെല്ലാം അരിഞ്ഞിട്ട് നേരെ ഓടി മേളിലോട്ട് പോയി. കുറേ മടൽ കിട്ടി കേട്ടോ. ഓലമടലും വിറകും എല്ലാം കൂടെ ഉണ്ട്. എല്ലാം ഉണക്കായിട്ട് കുറേ വെള്ളം കുടിച്ച്. ഇങ്ങനായ ഞാൻ കുറേ വെള്ളം കുടിക്കും. കുമ്പളങ്ങയും പച്ചമുളകും കിട്ടിയിട്ട് നല്ലപോലെ വേവിക്കണം. അത് കഴിഞ്ഞ് തേങ്ങ അരപ്പിടണം, ജീരകമൊന്നും അരയ്ക്കണ്ട. പിന്നെ ജീരകം, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക്, കടുവറക്കണം. പിന്നെ അമരയ്ക്ക ഇച്ചിരി ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് അമരയ്ക്ക എല്ലാം കൂടെ തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് പ്രത്യേകത എന്തില്ല, സാധാരണ തോരൻ വെക്കുന്നില്ല. അങ്ങനെ ചോറും കറിയെല്ലാം അടുപ്പി വെച്ചതിന് ശേഷം വേണ്ട കുടിക്കാനുള്ള വെള്ളവും കൂടെ വെച്ച് ഇനി ചോറുണ്ണാൻ സമയമാകുമ്പോഴത്തേക്ക് ചോറുണ്ണാൻ പോകും. വേണ്ട സമയമായിട്ടാണ്. അപ്പോഴത്തേക്ക് തേജു കടയിൽ നിന്ന് വന്നപ്പോൾ തണ്ണിമത്തങ്ങ കൊണ്ടുവരുന്ന തണുക്കട്ടെന്ന് പറഞ്ഞ് അതും കൂടെ എനിക്ക് തന്നു കേട്ടോ. അപ്പോൾ ചോറും കറിയെല്ലാം വെച്ചു. അപ്പോഴത്തേക്കാണ് അവനിത് നാരങ്ങ വെള്ളം എടുത്ത് അതും കുടിച്ച്